അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രേമോദാഹരണ എന്ന് പറയുന്ന സോങ്ങിന്റെ ട്യൂട്ടോറിയൽ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പ്രേമോദാഹരണായി പാട്ടിന്റെ ആദ്യത്തെ പാർട്ട്, അതായത് പല്ലവി പോർഷനിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾ കണ്ടു. ഇത് അതിന്റെ അനുപല്ലവി പോർഷനാണ് ഇന്ന് നമ്മൾ ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനുപല്ലവിയിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ, അതാണ്. അപ്പം അതില് ഹംസദൂതിലുണ്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത്, ഇങ്ങനെ ഈ രണ്ട് കൈയും കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുണ്ട് പോലെ വയ്ക്കൂലേ. ഹംസം എന്ന് പറയുമ്പോൾ അരയന്നം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ചുണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ സ്റ്റെപ്പ് ഇവിടെ നിന്ന് ദിത്തിത്തേ 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 4 ദിത്തേ ഫ്രണ്ടിലേക്ക്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഹംസദൂതിലുണരും 4 എണ്ണം. അപ്പൊ നമ്മൾ അങ്ങ് നടന്നു വരുമ്പോഴത്തേക്കും അരയന്നം നടക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, അതുകൂടെ കൊടുത്ത് ചെയ്യണം. അങ്ങനെ 4 എണ്ണം. ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ. നളഹൃദയം, നമുക്ക് ഹൃദയം ഇങ്ങനെ കാണിക്കാം. ഹംസാസ്യം മുദ്ര പിടിച്ചിട്ട്, അല്ലെങ്കിൽ കടകാമുഖം പിടിച്ചു വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുന്ന ഹംസാസ്യം പിടിച്ചിട്ട് നളഹൃദയ താളമോടെ. ആ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഇവിടെ നിന്ന് കുതിച്ച് 1 2 3 4. ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താത്തേ തീത്താൻ വെച്ചിട്ടും ഹൃദയ താളമോടെ അത് ചെയ്യാം. അപ്പം ഹൃദയ താളമോ അതുവരെ വരുള്ളൂ, രണ്ട് സൈഡ് ചെയ്യുമ്പോൾ. ലാസ്റ്റ് താളമോടെ ചെയ്യുമ്പം 1 2 3 4. ഓക്കെ. അപ്പൊ ഹംസദൂതിലുണരും നളഹൃദയ താളമോടെ, ഇത്രയും. ഓക്കെ. അടുത്തത് ദമയന്തിയാടും ആലോല നടന വേദങ്ങൾ തൂകുമഴകിൽ, അതാണ്. അപ്പൊ ദമയന്തിയാടും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് വലത് കയ്യില് കടകാമുഖം പിടിച്ച് ഇടത് കൈ ഡോളാഹസ്തം ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് താത്തേ തീത്താം. ഇവിടുന്ന് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ. ദമയന്തിയാടും ആലോ നടന വേഗങ്ങൾ. നമുക്ക് ഈ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പത്മം ക്രോസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് 1 2 3 4. അപ്പൊ ദമയന്തിയാടുമാലോ നടന വേഗങ്ങൾ തൂകും അഴകിൽ. അത് ലാസ്റ്റ് അഴകിൽ വരുമ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ ഈ കൈ, നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി ഇതെടുത്താൻ കുത്തണം. ഓക്കെ. 1 2 3 4 കറങ്ങിയിട്ട് അഴകിൽ. ഓക്കെ. അടുത്ത വരി എന്ന് പറയുമ്പോഴത്തേക്കും കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കുന്നത്. അത് നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ പിടിക്കണം. ത്രിപതാക ഇങ്ങോട്ടും ത്രിപതാക ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ട് കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ നമ്മൾ താത്തേ തീത്ത അടവ് സ്ലോ ആയിട്ട് കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ ഒരെണ്ണം ചെയ്തിട്ട് പൂത്തു നിൽക്കുന്നിതാ 1 2 3. 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് കാലൊന്ന് തട്ടി ഇങ്ങനെ വെക്കണം. നമ്മൾ മോഹിനിയാട്ടത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കത് അത്ര കംഫർട്ടബിൾ അല്ല, ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ 1 2 3 ഫ്രണ്ട് ചെയ്താലും മതി. 1 2 3 ചെയ്താലും മതി. പക്ഷെ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. നമ്മള് കണ്ണൊക്കെ കൊടുത്ത് പിരികളക്കി അത് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോ കളിവിളക്കിന്റെ തങ്കനാളങ്ങൾ പൂത്തു നിൽക്കും ഇതാ, ഇത്രയും. ഓക്കെ. അത് 2 പ്രാവശ്യമുണ്ട്. അപ്പൊ അടുത്ത കളിവിളക്കിന്റെ നമുക്ക് തട്ടുമുട്ട് ചെയ്യാം. മീൻസ് കളിവിളക്കി തങ്കനാൾ പൂത്തു നിൽക്കും ഇതാ, അത് ചെയ്യാം. അടുത്തത് തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിത. അത് കഥകളി വേഷത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ, ഈ കാലിങ്ങനെ മടക്കി ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദിത്തിത്തേ വെച്ചിട്ട് ദിത്തിത്തേ 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 ചെയ്യാം. ഓക്കെ. തിരയിളക്കും മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ, അത് ചെയ്യാം. അത് വീണ്ടും റെപ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇത് തന്നെ നമുക്ക്
താത്തേ തെയ്താം ചെയ്യാം. ഓക്കെ. തിരയിളക്കും മഞ്ചവേഷങ്ങൾ നൃത്തമാടുന്നിതാ ചെയ്യാം. പിന്നെ അതെല്ലാം റിപ്പറ്റേഷൻ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അടവ് വേറെ ഏതെങ്കിലും മാറ്റി വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ താത്തയെ തെയ്ത്താൻ ചെയ്തിട്ട് ഈ കൈ കൊടുത്ത് ഇവിടെ താത്തെ താത്തേ തെയ്ത അത് കൊടുക്കാം. അപ്പോ ഇത്രയും വരി കഴിഞ്ഞിട്ട് മ്യൂസിക്കാണ് വരുന്നത്. അതാണ് മ്യൂസിക് വരുന്നത്. അപ്പോ കൈക്കനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ചാടണം. കാലിങ്ങനെ പോയിട്ട് ഇങ്ങോട്ട്, ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് തൈ. കാല് ഇവിടെ തൈ കൈ തെയ്ത് വെച്ചാൽ ഫ്രണ്ടിലേക്ക് തൈ കഴിഞ്ഞിട്ട് ഒരു കറക്കം. അത് ഇങ്ങനെ വേണമെങ്കിൽ കറങ്ങാം, ഇത് വേണമെങ്കിലും കറങ്ങാം. ഓക്കെ. അപ്പൊ പാർട്ട് 2 ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്തെങ്കിലും പുതിയ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.